ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നിവിടെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്റെ കോഴ്സിനെ പറ്റിയാണ്, നഴ്സിംഗിനെ പറ്റി. അപ്പോൾ BSc ആണോ GNM ആണോ ബെറ്റർ ചൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഏത് കോഴ്സിനാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത്, ഞാൻ എന്തുകൊണ്ട് ഈ കോഴ്സ് ചൂസ് ചെയ്തു, അപ്പൊ ഇതിനെയൊക്കെ പറ്റി ഇന്നൊരു വീഡിയോ ചെയ്യാൻ തോന്നി. സോ കണ്ടാലോ? ആദ്യം തന്നെ പറയുവാണെങ്കിൽ ഞാൻ ഈ കോഴ്സ് എന്തിനാ ചൂസ് ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ, എല്ലാരെയും പോലെ തന്നെ കൊച്ചിലെ തൊട്ടേ ഒരു ഡോക്ടർ ആവണം എന്നൊക്കെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. സോ അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോയി. അത് പോയത് സൈലത്തിലേക്കായിരുന്നു. +2 കഴിഞ്ഞിട്ട് തന്നെ ഡയറക്റ്റ് പോയി. അതിന് മുമ്പ് എനിക്ക് കോച്ചിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഓൾറെഡി ഞാൻ കോവിഡ് ബാച്ച് ആയിരുന്നു. അപ്പൊ +1 +2 ക്ലാസ്സസ് ഒന്നും അങ്ങനെ പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ അതിന്റെ ബേസിസിലാണ് നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ ഇറങ്ങിയതും. ഒരു നീറ്റ് ഇപ്പൊ ക്രാക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ ബേസിക് നോളജ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിന് എന്തൊക്കെ വേണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇപ്പൊ അത്യാവശ്യം എല്ലാവർക്കും അറിയായിരിക്കും. കാരണം കുറെ പേര് ഇപ്പൊ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ അത് മനസ്സിലാവും. അപ്പം ഈ കോവിഡ് ബാച്ച് എന്ന് പറയുമ്പോൾ തന്നെ കുറെ പോർഷൻസ് കട്ട് ചെയ്ത് സിലബസ് കട്ട് ചെയ്തിട്ടാണ് ഓൾറെഡി നമ്മൾ പഠിച്ചതും എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്തതും. അപ്പോഴത്തേക്കും സൈലത്തിൽ ചെന്ന് ഇപ്പം ഓരോ ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ മനസ്സിലാവുന്നുണ്ട് നമുക്ക് എത്രത്തോളം നോളജ് കുറവുണ്ടെന്നുള്ള കാര്യവും. അങ്ങനെ കുറച്ച് നാൾ അവിടെ ഒരു 5 മാസം വരെ, 5 മാസം തികച്ചില്ല, അപ്പോഴത്തേക്കും അവിടെ നിന്ന് ഒരു ഐഡിയ കിട്ടി എനിക്ക്. ഈ ടൈം അല്ലെങ്കിൽ ഒരു 1 ഇയർ കൊണ്ടൊന്നും എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഇത് മനസ്സിലായി. നമ്മളിപ്പോ ആഗ്രഹിച്ചൊരു ഇത് നേടാൻ വേണ്ടി ചെന്നിട്ട് പിന്നെ നമുക്ക് മനസ്സിലാവുന്ന ഇത് ടൈം പോകുന്ന കാര്യമാണ്, അത്രയും ടൈം എന്നെ കൊണ്ടില്ല എന്നൊക്കെ ഒരു മൈൻഡ് എനിക്ക് കിട്ടിയപ്പോഴത്തേക്കും പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. അപ്പൊ തന്നെ ഞാൻ വീട്ടിൽ വിളിച്ചു, ഇതേപോലെ കാര്യം പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റുന്നില്ല, സോ എനിക്കിത് ഡ്രോപ്പ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡിലായി മൊത്തത്തില്. പിന്നെ അവിടെ എനിക്ക് നിൽക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഡയറക്റ്റ് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിരുന്നിട്ട് പിന്നെ ഞാൻ വേറെ കുറെ കോഴ്സൊക്കെ നോക്കി. അങ്ങനെ ഞാൻ ലാസ്റ്റ് ഡിഗ്രിക്ക് പോവാം, ഒരു ഡിഗ്രി എങ്കിലും എടുക്കാം, ഇനി ടൈം കളയണ്ട, ഇപ്പൊ കയറിയാലും ഡിഗ്രി എങ്കിലും കിട്ടും എന്നുള്ളൊരു മൈൻഡില്. അങ്ങനെ കുറെയൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഡിഗ്രിയുടെ അലോട്ട്മെന്റ് അതിന്റെ ഇതെല്ലാം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരുന്നു. ഒക്ടോബറൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്കും എല്ലാത്തിന്റെയും സീറ്റൊക്കെ ഓൾറെഡി ഇതായി. പിന്നെ എമൗണ്ട് കൊടുത്ത സീറ്റ് കിട്ടുന്ന കോളേജസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഉമ്മ പറഞ്ഞു ഡിഗ്രിക്ക് പോവണ്ട, എന്ത് വന്നാലും ഡിഗ്രി ചെയ്യണ്ട എന്നുള്ളൊരു ഒറ്റ മൈൻഡായിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ മെഡിക്കൽ ഫീൽഡ് കുറച്ച് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ലാസ്റ്റ് ഞാൻ നഴ്സിംഗ് ചൂസ് ചെയ്തു. അങ്ങനെ നഴ്സിംഗിന്റെ നാട്ടിൽ തന്നെ നോക്കിയിരുന്നു. അപ്പോൾ ഓൾറെഡി എല്ലാം LBSന്റെ അലോട്ട്മെന്റ് എല്ലാം വന്നു കഴിഞ്ഞു. ഓൾറെഡി എല്ലാം ലേറ്റ് ആയി. പിന്നെ ഇനി പറ്റുന്നതെന്ന് വെച്ചാല് ആ സമയം ഡൊണേഷൻ തന്നെ ഒരു 5 lakhനകത്ത് എമൗണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അത്രയും കൊടുത്ത് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം അത്യാവശ്യം എനിക്ക് മാർക്കൊക്കെ ഉണ്ടായിരുന്നു. LBS വെച്ചിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയേനെ. പക്ഷെ ഒന്നും ട്രൈ ചെയ്തതുമില്ല. പിന്നെ അത്രയും ഡൊണേഷൻ ഒക്കെ കൊടുത്ത് പഠിക്കേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നിയില്ല. അപ്പൊ പിന്നെ പുറത്ത് നോക്കി. ഫസ്റ്റ് നോക്കുന്നത് മംഗലാപുരത്തെ ഒരു കോളേജിലായിരുന്നു. പിന്നെ ബാംഗ്ലൂരായി. അവിടെ അഡ്മിഷൻ എടുത്തിരുന്നു. പക്ഷെ എന്നിട്ട് കുറച്ച് ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ കോളേജ് ഞാൻ ചൂസ് ചെയ്തില്ല. പിന്നെ എനിക്ക് ഇവിടെ ബാംഗ്ലൂർ KR-പുരത്തെ ഒരു കോളേജിലാണ് കിട്ടിയത്. അങ്ങനെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. ഇപ്പൊ ഞാൻ 3rd ഇയർ ആണ് പഠിക്കുന്നത്, BSc. ഇപ്പൊ 3rd ഇയർ ആയി. അങ്ങനെ ഇപ്പൊ 3rd ഇയർ 6th സെം കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പൊ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുകയാണെങ്കിൽ തന്നെ, BSc ആണോ GNM ആണോ ബെറ്റർ എന്ന് ചോദിക്കുന്നവരോട് എന്റെ ഒരു ഒപ്പീനിയൻ വെച്ച് പറയുകയാണെങ്കിൽ BSc ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം എന്ന് വെച്ചാല് BSc എന്ന് പറയുമ്പോൾ ഒരു പ്രൊഫഷണൽ ഡിഗ്രിയാണ്. ഡിഗ്രി പ്ലസ് നമുക്കൊരു പ്രൊഫഷനും കൂടെ കിട്ടും. GNM-നും അതേ സെയിം തന്നെയാണ് കിട്ടുന്നത്. GNM എന്ന് പറയുമ്പോൾ ഒരു ഡിഗ്രി പോലെ ഒരു 3rd ഇയർ ചെയ്തിട്ട് നമുക്ക് പിന്നെ BSc-ലോട്ട് കൺവേർട്ട് ചെയ്യാനും ഇപ്പൊ ഓപ്ഷൻസ് ഉണ്ട്. പോസ്റ്റ് BSc 2 ഇയേഴ്സും കൂടെ പഠിക്കണം. അപ്പൊ 2 ഇയേഴ്സ് 3 ഇയേഴ്സ് ഓൾറെഡി പഠിച്ചിട്ട് പിന്നെയും 2 ഇയേഴ്സ് പഠിക്കുമ്പോൾ ഉള്ളൊരു ടാസ്ക് എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടിയാണ്. സോ ഒറ്റ സ്ട്രെച്ച് ചെയ്ത് തന്നെ 4 ഇയർ പഠിച്ചു കഴിഞ്ഞാൽ BSc ഡിഗ്രി കിട്ടും. അതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നി. പിന്നെ കമ്പയർ ചെയ്യുവാണെങ്കിലും BScക്ക് ആയിരിക്കും GNM-നേക്കാളും ഒരു സ്റ്റെപ്പ് മുകളിൽ വാല്യൂ ഉള്ളതും. പിന്നെ GNM-ന് താഴെ തന്നെ വേറൊരു കാറ്റഗറി ഉണ്ട്, ANM എന്ന് പറഞ്ഞിട്ട്. ഇപ്പം BScയും GNM കമ്പയർ ചെയ്യുവാണെങ്കിൽ തന്നെ BSc 4 ഇയറും GNM 3rd ഇയറും ആണ്. പിന്നെ ഈസി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓഫ്കോഴ്സ് GNM തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് തിയറി വളരെ കുറവാണ്, പ്രാക്ടിക്കലും കുറച്ചും കൂടെ ഉണ്ട്. പിന്നെ BSc പറയുകയാണെങ്കിൽ രണ്ടും പ്രാക്ടിക്കലും തിയറി അത്യാവശ്യത്തിലേറെ നല്ലതുപോലെ ഉണ്ട്, ഒരുപാടുണ്ട് പഠിക്കാനാണെങ്കിലും ചെയ്യാനാണെങ്കിലും എല്ലാ കാര്യങ്ങളും. 4 ഇയേഴ്സ്. ഞാൻ ഇപ്പൊ ഒരു 3rd ഇയർ ആയി. എന്റെ അനിയന് ഞാൻ തമ്മിൽ 2 ഇയേഴ്സ് ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ അവനിപ്പോ 2nd ഇയർ ആയി, ഞാൻ എന്നിട്ടും 3rd ഇയർ ആയിട്ടേ ഉള്ളൂ. അങ്ങനെ കുറച്ച് ഡിലേ ഒക്കെ, നല്ല ഡിലേ ഉണ്ട് ഈ നഴ്സിംഗ് എന്നുള്ളൊരിത്. ഇനിയിപ്പോ ഇവിടെ പഠിക്കുന്നുണ്ടാണോ എന്നറിയില്ല, പക്ഷെ നല്ല ഒരു ടൈം പോകുന്നുണ്ട്. ഫസ്റ്റ് സെം ഒരു 9 months എന്തായാലും പോയി. പിന്നുള്ള സെമ്മെല്ലാം കറക്റ്റ് 6 months ആണ്. സോ 2022-ലാണ് ഞാൻ ഈ ബാച്ച് കയറിയത്. ബട്ട് 26 ലാസ്റ്റ് തീർന്നാലും ഇത് തീരുമോന്ന് അറിയില്ല, എന്തായാലും നോക്കാം. പിന്നെ പറയുവാണെങ്കിൽ വേറൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഫീസിന്റെ കാര്യമാണ്. ഫീസ് BScക്ക് നല്ലൊരു എമൗണ്ട് ആവുന്നുണ്ട്, അത്രയും ഇല്ല GNM-ന്.
പിന്നെ അതിനുശേഷം GNM പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 years കൂടെ പഠിക്കുമ്പോൾ കുറച്ച് എമൗണ്ട് ആവും. എന്നാൽ അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ BSc കൊടുക്കുന്ന അത്രയും ആവത്തില്ല. അപ്പോൾ കുറേ പേര് ഇപ്പം അങ്ങനെ GNM എടുത്തിട്ട് പോസ്റ്റ് BSc ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. പിന്നെ ഈ GNM മെയിൻലി എടുക്കുന്നത് സയൻസ് പഠിക്കാത്തതുകൊണ്ടാണല്ലോ. സയൻസ് ബാച്ച് പ്ലസ് ടുവിൽ സയൻസ് സ്ട്രീം എടുക്കാൻ പറ്റാത്തവർക്കാണ് GNM എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ. പിന്നെ ഇപ്പോൾ കുറേ പിള്ളേർ പ്ലസ് ടുവിൽ സയൻസ് എടുത്തിട്ടും GNM എടുത്തിട്ട് പിന്നെ പോസ്റ്റ് BSc ചെയ്യുന്നവരുണ്ട്, ഡിസ്റ്റന്റ് ആയിട്ട് എടുക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഇപ്പോൾ വന്നതുകൊണ്ട് തന്നെ കുറച്ച് ബെറ്റർ ആവുന്നുണ്ട് കാര്യങ്ങളൊക്കെ. പിന്നെ മെയിനായിട്ട് നഴ്സിംഗ് എടുക്കാനുള്ള ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്നത് പ്ലസ് ടുവിൽ സയൻസ് സ്ട്രീം ആയിരിക്കണം. സയൻസ്, അതായത് ബയോളജി സയൻസ് പ്ലസ് 50% മാർക്കും. മീൻസ് അതൊന്ന് പാസ്സായാൽ മതി. പ്ലസ് ടുവിൽ സയൻസ് എടുക്കുക, പാസ്സാവുക, അങ്ങനെ. അതല്ല ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് പോലുള്ള കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് GNM കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ANM എന്ന് പറഞ്ഞൊരു കോഴ്സും കൂടെ ഉണ്ട്. GNMന് ഫസ്റ്റ് BSc, GNM, ANM. അപ്പം ANM എന്നുള്ളൊരു കോഴ്സും ഉണ്ട്. അതൊരു ഡിപ്ലോമ കോഴ്സാണ്, 2 years. അതും ചെയ്യുന്നവരുണ്ട്. പിന്നെ ഇപ്പോൾ പുറത്തോട്ട് ജോലി നോക്കുകയാണെങ്കിൽ തന്നെ GNMനേക്കാളും വാല്യൂ ഉള്ളത് BScക്ക് തന്നെ ആയിരിക്കും. സാലറി ആണെങ്കിലും ഒരു ഇൻകത്തിന്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിലും BScക്ക് തന്നെ ആയിരിക്കും കുറച്ചും കൂടെ ഉള്ളത്. GNMനും ഇല്ലാന്നൊന്നും പറയുന്നില്ല, അത്യാവശ്യം സാലറി ഒക്കെ ഉണ്ട് പുറത്താണെങ്കിലും. ബട്ട് കുറച്ചും കൂടെ ഉള്ളത് BScക്ക് തന്നെയാണ്. എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് പറയുകയാണെങ്കിൽ എന്തായാലും ഞാൻ BSc പറയൂ. കാരണം എന്ന് വെച്ചാൽ 4 year കുറച്ച് ലാഗ് ആവുകയാണെങ്കിലും കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും GNMനേക്കാളും. അപ്പോൾ പിന്നെ നിങ്ങളുടെ ഇഷ്ടം. എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ കുറച്ച് പേരൊക്കെ എന്നോട് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കോളേജ് ചൂസ് ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കണ്ട, അല്ലെങ്കിൽ അഫിലിയേഷൻസ് ഉണ്ടോ, ഞാൻ എവിടെ പഠിക്കുന്നത്, അല്ലെങ്കിൽ GNM ആണോ BSc ആണോ എടുക്കേണ്ടത്, അങ്ങനെ കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കരുതി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. പിന്നെ കോളേജ് ചൂസ് ചെയ്യുമ്പം നോക്കേണ്ട ഒരു കാര്യമാണ് INC, KNC ഇതുപോലുള്ള അഫിലിയേഷൻസ് ഒക്കെ ഉള്ള കോളേജസ് ആണോ. അതിപ്പം ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഗൂഗിളിൽ ചെന്നിട്ട് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ കാണാൻ പറ്റും, അവരുടെ ഒരു ലിസ്റ്റ് തന്നെ കിട്ടും. INCയുടെ അണ്ടറിൽ വരുന്ന കോളേജസിന്റെ നെയിംസ് ഒക്കെ കാണും. അപ്പം നമ്മൾ ചൂസ് ചെയ്ത കോളേജിന്റെ നെയിം ഉണ്ടോ ഇല്ലയോ എന്ന് സെർച്ച് ചെയ്യുക. അപ്പം നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. അതേപോലെ തന്നെ അതിൻ്റെ ഓരോ കോളേജസിലും 60 seats അങ്ങനെയൊക്കെ വരും. ഇത്ര പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇതും കാണാൻ പറ്റും. പിന്നെ ഓരോ സ്റ്റേറ്റ് വൈസ് ആയിരിക്കും, സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള നഴ്സിംഗ് കൗൺസിലിന്റെ അഫിലിയേഷൻസ് ഉണ്ടോ എന്നും ചെക്ക് ചെയ്യുക. ഇപ്പൊ കർണാടക ആയതുകൊണ്ട് തന്നെ KNC ആണ്, കർണാടക നഴ്സിംഗ് കൗൺസിൽ. അങ്ങനത്തെ ഉള്ള കുറച്ച് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. മെയിനായിട്ട് അതൊക്കെ ഉള്ള കോളേജസ് ആണോ. കാരണം അംഗീകാരം ഇല്ലാതെ പഠിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്കിത് വേണ്ടൊരു ജോലിക്ക് കയറണമെങ്കിൽ നമുക്കിതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നഴ്സിംഗിന് അഡ്മിഷൻ ത്രൂ നീറ്റ് ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചില കോളേജസ് അത് കൺസിഡർ ചെയ്യും. ഇപ്പം ഇവിടെ കർണാടകയും വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ CET എന്ന് പറഞ്ഞൊരു എൻട്രൻസ് എക്സാം ഉണ്ട്, കർണാടക എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ ചില കോളേജസിൽ അവർ അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ചില കോളേജസിൽ അങ്ങനെ ഇല്ല. എല്ലാ കോളേജസിലും അങ്ങനെ ഒരു കമ്പൽസറി ഇല്ല, ബട്ട് ചില കോളേജസിലുണ്ട്. പിന്നെ BScയുടെ കാര്യം പറയുവാണെങ്കിൽ തന്നെ നീറ്റ് നാട്ടിൽ ചില കോളേജസ് മേ ബി കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ആ കോളേജസിന്റെ നീറ്റ് അല്ലെങ്കിൽ നീറ്റ് അല്ല അതിൻ്റെതായ എൻട്രൻസ് എക്സാം ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ സ്റ്റുഡൻസിനെ എടുക്കുന്നത്. അങ്ങനെ കുറെ കോളേജസ് ഒക്കെ ഉണ്ട് നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഉണ്ട്. ഇവിടെ ആണെങ്കിൽ രാജരാജേശ്വരി കോളേജിലൊക്കെ അവരുടേതായ എക്സാം അറ്റൻഡ് ചെയ്ത് എങ്കിൽ മാത്രമേ അവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റൂ. ഇപ്പൊ നാട്ടിലാണെങ്കിൽ അമൃതയൊക്കെ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം നമുക്ക്. പിന്നെ ഉടനെ തന്നെ നീറ്റിന്റെ ബേസിസിൽ BSc നഴ്സിംഗ് അഡ്മിഷനും ആക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് ഇതുവരെ അത് വന്നിട്ടില്ല. ആ ഒരു സ്കീം എന്തായാലും വന്നിട്ടില്ല. പറയുന്നത് എല്ലാവരും ഇത് ചൂസ് ചെയ്യുന്നത് എനിക്ക് അബ്രോഡ് പോകണം, കാനഡ പോകണം, UK, ന്യൂസിലൻഡ്, അയർലൻഡ്, US അവിടെ പോകണം, സെറ്റിൽ ആവണം. പിന്നെ മെയിൻ ആയിട്ട് ഇതിന്റെ സാലറി നോക്കിയാണ് ഈ കോഴ്സിലോട്ട് വരുന്നത്. പിന്നെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെയൊക്കെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻകം ഒരിക്കലും നമ്മുടെ നാട്ടിൽ ഇത് പോസിബിൾ അല്ല. നാട്ടിൽ ഇതിന്റെ സാലറി ഒക്കെ തിരക്കുമ്പോൾ തന്നെ അറിയാം, വളരെ കുറവാണ്. പുറത്തെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. അതിൻ്റെതായ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഫാമിലീസ് അങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആ ഒരു ഒറ്റ ബേസിസിലാണ് ഇപ്പം കുറേ പേര് ഇതിലോട്ട് ഈ കോഴ്സ് വരുന്നതും ഈ കോഴ്സ് ചൂസ് ചെയ്യുന്നത്. പിന്നെ ഈ കോഴ്സ് ചൂസ് ചെയ്യുന്ന മറ്റൊരു റീസൺ എന്ന് പറയുന്നത് പഠിച്ച് തീർന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഒരു ജോബിലോട്ട് നമുക്ക് പോകാൻ പറ്റും എന്നുള്ളൊരു വലിയ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. കാരണം സാധാ ഇപ്പോൾ ഒരു ഡിഗ്രി ഇപ്പം ചെയ്താലും നമുക്കൊരു ജോലിയൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. ഇപ്പോൾ ഒരു ഡിഗ്രി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു PSc അല്ലെങ്കിൽ ഒരു LDC അതിനൊക്കെ പിന്നെ കോച്ചിങ് അതിന്റെ കാര്യങ്ങൾ, പിന്നെ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് PG അങ്ങനെ കുറേ പഠിക്കേണ്ടി വരും. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ജോബ് എന്നുള്ള ഒരു കാര്യം പോസിബിൾ അല്ലല്ലോ. സോ ആ ഒരു ഓപ്പർച്യൂണിറ്റി നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ പഠിച്ച് ഇതിപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഒരു ജോലിക്ക് എന്തായാലും കയറാൻ പറ്റും. ആ ഒരു ഓപ്പർച്യൂണിറ്റി കൊണ്ട് കുറേ പേര് ഇത് ചൂസ് ചെയ്ത് വരുന്നുണ്ട്.
പിന്നെ ഇതിന്റെ മെയിനായിട്ട് നഴ്സിംഗ് എന്ന് പറയുന്നത് കുറേ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നഴ്സിംഗ് പഠിച്ചെന്ന് വെച്ചാൽ നേഴ്സായിട്ട് മാത്രമല്ല ജോലി ചെയ്യാൻ പറ്റുന്നത്. ഇതിലോട്ട് പിന്നെ മെഡിക്കൽ കോഡിങ് അല്ലെങ്കിൽ അതിന്റെ അഡ്മിനിസ്ട്രേഷനിലേക്ക് പോകാൻ പറ്റും. അതൊക്കെ കുറച്ച് ഒരു 1 ഇയറിനകത്ത് കോഴ്സ് വരുന്നതേ ഉള്ളൂ. അതൊക്കെ ഇപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പല ഫീൽഡിൽ ഇപ്പൊ നഴ്സായിട്ട് താല്പര്യം ഇല്ലെങ്കിൽ തന്നെ മറ്റൊരു ഫീൽഡിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഈ ഹോസ്പിറ്റലിൽ തന്നെ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. പിന്നെ ടീച്ചിങ്ങിന് പോകാൻ പറ്റും. അങ്ങനെ കുറെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ റിസർച്ചിന് പോകാൻ പറ്റും. അങ്ങനെ കുറെ ഉണ്ട്. പിന്നെ ഗവൺമെന്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ കുറെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ ഒക്കെ കയറാൻ പറ്റും. നാട്ടിൽ തന്നെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇപ്പം എയിംസ് ഒക്കെ പോലുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഇവിടുത്തുള്ള എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്താൽ ചെയ്യാൻ പറ്റും. പിന്നെ എവിടെ പോകണമെങ്കിലും അതിൻ്റെതായ എക്സാംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിപ്പോൾ കുറേ ഉണ്ട് പറയാനാണെങ്കിൽ തന്നെ. പിന്നെ പറയാൻ വിചാരിച്ചൊരു കാര്യം ഇതിന്റെ സിലബസിനെ പറ്റിയാണ്. ഇത് ഈസി ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈസി അല്ല. പിന്നെ നമ്മളിപ്പം കോളേജിൽ തരുന്ന കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അതേപോലെ അങ്ങ് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് കുറേ ഈസി ആവും. അല്ലെങ്കിൽ ഇത് നല്ല ടാസ്ക് ആണ്, നല്ല ടഫും ആണ്, പഠിക്കാൻ നല്ലപോലെ ഉണ്ട്. പക്ഷെ ഞാൻ ആദ്യം വന്നപ്പോൾ ഫസ്റ്റ് സെമ്മിൽ എല്ലാവരും സീനിയേഴ്സ് ആണെങ്കിൽ എല്ലാവരും പറഞ്ഞത് ഫസ്റ്റ് സെമ്മ പാട്, അനാട്ടമി ഫിസിയോളജി ഒക്കെ ഭയങ്കര പാട്, അത് പാസ്സാവത്തില്ല, സപ്ലി അടിച്ചിരിക്കും, ഫസ്റ്റ് സെമ്മ എന്തായാലും സപ്ലി കിട്ടും എന്നുള്ള ഇത് തന്നെയായിരുന്നു പറഞ്ഞത് അവരൊക്കെ. ബട്ട് എൻ്റെ ഒരു ഇതിൽ എനിക്ക് ഫസ്റ്റ് സെം അത്ര ടാസ്ക് ആയിട്ട് തോന്നിയില്ല. മേ ബി അന്ന് ആ ടൈമിൽ കുറച്ച് പഠിക്കുന്നോണ്ടായിരിക്കാം. പിന്നെ അത്യാവശ്യം വളർത്തി തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് സെമ്മിൽ അത്ര എനിക്ക് ടാസ്ക് ആയിട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ അങ്ങോട്ട് പോകുന്തോറും എന്താ പറയുക, ഓരോന്നിൻ്റെ എണ്ണം കൂടി തുടങ്ങി. മീൻസ് ഈ റിക്വയർമെന്റ്സും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സെമ്മിൽ അതൊന്നും ഇല്ലായിരുന്നു, ഫുൾ ഫ്രീ ആയിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒന്നും ഇല്ലായിരുന്നു. കുറച്ച് അസൈൻമെന്റ്സ് ഇടയ്ക്കൊക്കെ കിട്ടും, അതൊക്കെ എഴുതുക, സബ്മിറ്റ് ചെയ്യുക, അത്ര ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് സെം ആയപ്പോഴേക്കും നമുക്ക് ഫയൽ സബ്മിഷൻ വന്നു ഫണ്ടമെന്റൽസിന്റെ. അതും വലിയൊരു ഹെവി ബേർഡൻ ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല, കാരണം പറ്റുമായിരുന്നു. സെക്കൻഡ് ഇയർ കയറിയപ്പോഴത്തേക്കും സബ്ജക്റ്റ് മാറി. പിന്നെ ഈ അനാട്ടമി ഫിസിയോളജി ഇതൊക്കെ MBBS ലെവലിൽ പഠിക്കാനൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം പഠിക്കാനൊക്കെ ഉണ്ട്. പിന്നെ സോഷ്യോളജി, സൈക്കോളജി അങ്ങനെ കുറച്ച് സബ്ജക്ട്സ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. അതൊക്കെ അത്യാവശ്യം പഠിക്കുകയാണെങ്കിൽ കിട്ടും. എങ്കിലും ഫസ്റ്റ് സെമ്മിൽ കുറേ പേർക്ക് പോയിരുന്നു. അത്യാവശ്യം കുറച്ച് ടാസ്ക് ആയിരുന്നു. എങ്കിലും അത് പഠിക്കാനുണ്ട് കുറേ, എങ്കിലും പറ്റുമായിരുന്നു മാനേജ് ചെയ്യാൻ. ഇപ്പം തേർഡ് ഇയർ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തത് ഇപ്പം മുന്നോട്ട് പോകുന്തോറും ആണ് ടാസ്ക് ആയിട്ട് ഫീൽ ചെയ്തത്. തേർഡ് ഇയർ ഒക്കെ ആയപ്പോഴേക്കും ഇതാണ് കുറച്ചും കൂടെ ടാസ്ക് എന്ന് തോന്നിയത്. പഠിക്കുന്ന കാര്യത്തിലും അത്യാവശ്യം നമ്മൾ എഫേർട്ട് ഇടുവാണെങ്കിൽ ആ എക്സാമിന്റെ ടൈമിൽ ഒരു 2 വീക്സ് മുമ്പ് പഠിക്കാൻ തുടങ്ങുവാണെങ്കിൽ നമുക്ക് എക്സാം ഒക്കെ പാസ്സാവാൻ പറ്റും. പക്ഷേ ഈ റിക്വയർമെന്റ്സും പോസ്റ്റിങ്സും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും കുറച്ചധികം ടാസ്ക് ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. കാരണം ഫസ്റ്റ് ഇയറിൽ അത്ര പോസ്റ്റിങ്സും കാര്യങ്ങളൊന്നും അത്രയ്ക്കില്ല. പക്ഷേ സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ എന്നൊക്കെ പറയുമ്പോൾ കുറേ ഉണ്ട്, മാസങ്ങളോളം ഉണ്ട് പോസ്റ്റിംഗ്. 2 മാസം 3 മാസം ഒക്കെ പോസ്റ്റിംഗ് വരുന്ന ടൈമാണ്. നമുക്കൊരു സെം എന്ന് പറയുന്നത് 6 മാസമേ ഉള്ളൂ. ആ 6 മാസത്തിൽ തന്നെ നമുക്കൊരു 2 മന്ത് ഇപ്പോൾ പോസ്റ്റിങ്ങിന് പോയാൽ പിന്നെ നമുക്ക് ആകെയുള്ള 4 മന്ത്. ആ 4 മന്തിൽ ഒരു 2 മന്ത് എന്തായാലും ക്ലാസ് കാണാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു വട്ടം നാട്ടിൽ പോകും. പിന്നെ നമുക്ക് ഫയൽ സബ്മിഷൻ കാണും. അത് എഴുതാൻ കുറേ കാണും. ഒരു ഫയൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു 300 പേജസ് ഒക്കെ കാണും. 300, 400 ഒരു A4 ബണ്ടിൽ എന്തായാലും തീരും. അപ്പൊ അത്രത്തോളം എഴുതാനുണ്ട്. ഇപ്പൊ തേർഡ് ഇയറിൽ ഇപ്പൊ ഈ സെമ്മിൽ മാത്രം ഞങ്ങൾക്ക് എഴുതേണ്ടത് 3 ഫയലാണ്. ഒരു ഫയൽ തന്നെ ഒരു 10-400 പേജ് എന്ന് പറയുമ്പോൾ 3 ഫയൽ എന്തുമാത്രം എഴുതാൻ കാണുമെന്ന് ചിന്തിക്കാനേ ഉള്ളൂ. അപ്പൊ അത്രത്തോളം ഉണ്ട്. ഫസ്റ്റ് സെം വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പം OBGയുടെ പോസ്റ്റിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ആ ടൈമിൽ തന്നെ നമ്മൾ അതിന്റെ ഫയൽസിന്റെ കാര്യങ്ങൾ നോക്കണം. പിന്നെ ക്ലാസ്സസ് ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. അങ്ങനെ എല്ലാം കൂടെ ഒരു മിക്സഡ് ഇതാണ്. ഇപ്പൊ ഇവിടുത്തെ വെതർ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ലൈറ്റ് അത്ര ഓക്കെ ആവുന്നില്ല. ടഫ് ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന കോളേജിനെ ബേസ് ചെയ്തിരിക്കും. സിലബസ് നോക്കുവാണെങ്കിൽ ടഫാണ്, വാസ്റ്റ് ആണ് സിലബസ്. കടല് പോലെ ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, പ്രാക്ടിക്കലുണ്ട്, ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് റിക്വയർമെന്റ്സ് വരുന്നുണ്ട്. റിക്വയർമെന്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ അസൈൻമെന്റ്സ്, പ്രോജക്ട്സ്, സെമിനാർസ്, ക്ലാസ് പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം നമ്മുടെ സിലബസിലുള്ള ഒരു ടോപ്പിക്ക് നമ്മൾ തന്നെ ക്ലാസ് എടുക്കണം. ഈ ടീച്ചേഴ്സ് നോർമലി എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്, സാരിക്ക് എടുത്ത് വൈറ്റ് ആപ്രോൺ ആക്കിയിട്ട്, അതുപോലെ തന്നെ സെയിം വേയിൽ നമുക്ക് ഒരു ടോപ്പിക്ക് കിട്ടും, അതിനെപ്പറ്റി നമ്മൾ ക്ലാസ് എടുക്കണം. അങ്ങനെയൊക്കെ ഉണ്ട്. നഴ്സിംഗ് എന്ന് പറയുമ്പോൾ നഴ്സിംഗ് മാത്രമല്ല, അതിലിപ്പം ടീച്ചിങ് എന്ന് പറഞ്ഞൊരു സെക്ഷനും കൂടെ ഇൻക്ലൂഡഡ് ആണ്. എന്നുവെച്ചാൽ ഫുൾ ടോപ്പിക് എടുത്ത് പഠിപ്പിച്ച് അങ്ങനെയല്ല, ഐ മീൻ ഓരോ ടോപ്പിക്ക് ഓരോരുത്തർക്ക് കിട്ടും. അങ്ങനെയൊക്കെ ഉണ്ട്. സെക്കൻഡ് ഇയർ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ട്. പിന്നെ അങ്ങോട്ടുള്ള എല്ലാ ഇയേഴ്സിലും അത് കണ്ടിന്യൂ ചെയ്യും. ഓരോ സെമ്മിലും അത് കണ്ടിന്യൂ ചെയ്യും. ഓരോ സബ്ജക്ട്സിനെ ബേസ് ചെയ്തിട്ട് ഓരോ ടോപ്പിക്ക് കിട്ടും. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ടഫാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാം ഫോളോ ചെയ്താൽ ടഫ് ആവത്തില്ല. പിന്നെ നോർമലി പറയുവാണെങ്കിൽ ഇപ്പം നമുക്ക്
ക്ലാസ്സസ് നടക്കും. ക്ലാസ്സസിൻ്റെ കൂടെ തന്നെ ഇടയ്ക്ക് പെട്ടെന്ന് പോസ്റ്റിംഗ് വരുമ്പോൾ നമ്മൾ പോസ്റ്റിങ്ങിന് പോകണം. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഫയലിൻ്റെ കാര്യങ്ങൾ വരും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ലീവ് വരും. പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയ്ക്കായിരിക്കും നമുക്ക് ഓണം സെലിബ്രേഷൻ, അല്ലെങ്കിൽ ഫ്രഷേഴ്സ് ഡേ, ഗ്രാജുവേഷൻ, ലാം ലൈറ്റനിങ്, അങ്ങനെ കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളും ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഇപ്പം നോർമലി ഇപ്പോൾ ഒരു വേറെ ഏതെങ്കിലും ഒരു കോഴ്സ് ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ഒക്കെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അവർക്ക് സെമ്മിൽ അവർക്കും പ്രാക്ടിക്കലി കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളെപ്പോലെ ഇങ്ങനെ പോസ്റ്റിങ്സ്, ഹോസ്പിറ്റലിൽ പോയി നിൽക്കുക, നൈറ്റ് ഷിഫ്റ്റ്, ഈവനിങ് ഷിഫ്റ്റ് അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതൊന്നും വരത്തില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കുറച്ചും കൂടെ ടഫാണ്. ഒരു ടഫസ്റ്റ് ഡിഗ്രി തന്നെയാണ് നഴ്സിംഗ്. കാരണം ഇതെല്ലാം അറ്റ് എ ടൈം നമ്മൾ മാനേജ് ചെയ്യണം. അത് ഈ ഒരു കോഴ്സിൻ്റെ ഒരു ഇതാണ്. അതിനിപ്പോൾ നമുക്കൊന്നും മാറ്റാനൊന്നും പറ്റൂലല്ലോ. കാരണം നമുക്കിതിൽ പ്രാക്ടിക്കൽ മെയിനായിട്ട് ചെയ്ത് പഠിച്ചേ പറ്റൂ. നഴ്സിംഗ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമുക്ക് പ്രാക്ടിക്കലാണ് വേണ്ടത്. പിന്നെ തിയറിക്കുള്ള നോളജും വേണം. ആ നോളജ് വെച്ചിട്ടായിരിക്കും നമുക്കുള്ള നോളജിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഓരോ സ്ഥലത്ത് നമുക്കിപ്പം ജോബിന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ വിചാരിക്കും പ്രാക്ടിക്കലി പഠിച്ചെന്ന് വെച്ചാൽ നമുക്ക് ജോലി കിട്ടും. ഇല്ല, നമുക്ക് തിയറിക്കുള്ള നോളജും വേണം. ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന്റെ പ്രൊസീജിയേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കഴിവും ഇതൊക്കെ കാര്യങ്ങളൊക്കെ എല്ലാം നോക്കിയിട്ട് മാത്രമേ നമുക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ ജോബ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ തിയറിയും പഠിക്കണം, പ്രാക്ടിക്കലും പഠിക്കണം, ഒരുപോലെ തന്നെ പഠിക്കണം. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഓരോ സെമ്മിലും അതിൻ്റെതായ സബ്ജക്ട്സിന് പ്രാക്ടിക്കൽ എക്സാംസ് ഉണ്ട്. നമ്മൾ പ്ലസ് 1 പ്ലസ് 2 ഇപ്പോൾ ഫിസിക്സിനാണെങ്കിൽ ലാബ് എക്സാം ഉണ്ട്. അതേപോലെ തന്നെ ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായ പ്രാക്ടിക്കൽ എക്സാംസും ഉണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യണം. എൻ്റെ കഴിഞ്ഞ ഒരു വ്ളോഗിൽ ഞാൻ ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് എന്തോ ഉള്ളൂ, ഒരു കുഞ്ഞ് വ്ളോഗായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റിയുടെ പ്രാക്ടിക്കലിന് പോയത്. അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചു എന്നുള്ളത്. അത് വെറുതെ പറഞ്ഞല്ല, ശരിക്കും ഗെറ്റ് ഔട്ട് അടിച്ചത് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ഇന്റേണൽ എക്സ്റ്റേണലൊക്കെ എങ്ങനെയാണ് പറയുന്നത്, അല്ലെങ്കിൽ അവരുടേതായ രീതികളൊക്കെ ഓരോന്നൊക്കെ പറയുമ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗെറ്റ് ഔട്ട് അടിച്ച് വിട്ടു. പിന്നെ എന്ത് ചെയ്യാൻ. എഴുതുന്നെന്ന് പറയുന്നത് തന്നെ നമുക്ക് ഈ പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടിയാണ്. ഈ പ്രാക്ടിക്കൽ എക്സാമിന് പോകുമ്പോൾ നമ്മൾ എഴുതിയ ഫയലും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. അതില്ലാതെ നമുക്ക് എക്സാം ഒന്നും എഴുതാൻ പറ്റൂല. അങ്ങനെ ഫയലും ഇതൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നതും പിന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു എക്സാം തിയറിയാണ്. അതിനും തിയറി എക്സാം ഉണ്ട് കേട്ടോ. പ്രാക്ടിക്കലിനും തിയറി ഉണ്ട്. ആദ്യമേ ഓൾറെഡി ഒരു തിയറി അറ്റൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്രാക്ടിക്കലിന് പോകുന്നത്. പിന്നെ അവിടെയും ഒരു തിയറി അഗെയിൻ പിന്നെ ഉണ്ട്. നമ്മൾ പിന്നെ അത് എഴുതണം എക്സാം ആയിട്ട്. നമ്മളൊരു കേസ് പ്രസന്റ് ചെയ്യണം. അവിടെ പിന്നെ ഇന്റേണൽ എക്സ്റ്റേണൽ എന്തൊക്കെയായിരിക്കും വൈവിക്ക് ചോദിക്കുന്നതൊന്നും പറയാൻ പറ്റൂല. ഇപ്പം റീസെന്റ് ആയിട്ട് ഞങ്ങൾക്ക് ഓസ്കി മെത്തേഡിലാണ് പ്രാക്ടിക്കൽ എക്സാംസ് ഒക്കെ നടത്തുന്നത്. നോർമലി അത് ന്യൂസിലാൻഡ്, അയർലൻഡ് അവിടെയൊക്കെ പോവുകയാണെങ്കിൽ ഇന്റർവ്യൂസിന് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ആ മെത്തേഡാണ് ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ഒരു ഓസ്കി മെത്തേഡ് മീൻസ് ഓരോ സ്റ്റേഷൻസ് കാണും. അവിടെ അതിൻ്റെതായ കുറേ കാര്യങ്ങളും അതിൽ നിന്ന് കുറേ വൈവയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രാക്ടിക്കൽ എക്സാമിൽ. സോ അതും നമ്മൾ ഈ ഒരു കോഴ്സിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം എല്ലാം കൊണ്ടും പറയുവാണെങ്കിൽ ഇപ്പോൾ ഒരു 3rd ഇയർ ആയ ഒരു സ്റ്റുഡൻറ് എന്നുള്ള രീതിക്ക് പറയുവാണെങ്കിൽ ഓൾറെഡി നമ്മൾ ഈ കോഴ്സ് തന്നെ അങ്ങ് വെറുക്കുന്ന എൻ്റെ ഒരു ഇതിൽ വെറുക്കുന്ന ഒരു രീതിയാണ് പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ അത്രത്തോളം ഉണ്ട്. ഫുള്ള് സ്ട്രെസ്സാണ്. പഠിക്കുമ്പോൾ എന്താവും നഴ്സ് ഇത് ഇഞ്ചക്ഷൻ എടുത്ത് കാര്യം തീരും എന്നാൽ ഒരിക്കലും അല്ല. ഇറങ്ങി തിരിക്കുമ്പോൾ എന്താണെന്നുള്ളത് മനസ്സിലാവും. ബാക്കിയുള്ള ഒരു കോഴ്സും പോലെയല്ല. ഒരു കോഴ്സായിട്ട് കമ്പയർ ചെയ്യാനും പറ്റത്തില്ല. കാരണം അതുപോലെ ഉണ്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനാണെങ്കിലും ചെയ്യാനാണെങ്കിലും. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മുടെ കാര്യങ്ങൾ നോക്കുക, എല്ലാം കൂടെ നമ്മൾ ബാലൻസ് ചെയ്ത് പോവുക. പിന്നെ റെസ്ട്രിക്ഷൻസിന്റെ കാര്യങ്ങൾ പറയുവാണെങ്കിൽ ഉണ്ട്, റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിലാണെങ്കിലും ഫോൺ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ചില കോളേജസിനെ അതും കോളേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഹെയർ സ്റ്റൈലിന്റെ കാര്യമാണെങ്കിലും പിന്നെ ഡ്രസ്സിങ് സ്റ്റൈല്, പിന്നെ നമുക്ക് നെയിൽ കട്ട് ചെയ്യുന്ന കാര്യം, അതൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു കോഴ്സും കൂടെയാണ്. ഫോണിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പം എൻ്റെ കോളേജിലാണെങ്കിൽ ഫോൺ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. ആദ്യം വന്ന ടൈമിൽ ഒരു 2 hours ഒക്കെ ഫോൺ മേടിച്ച് വെക്കലുണ്ടായിരുന്നു ഫസ്റ്റ് ഇയറിൽ. പിന്നെ കുറച്ച് നാളെ അത് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതൊക്കെ മാറി. പിന്നെ കുറേ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പഠിക്കുന്ന കോളേജിലൊക്കെ ആണെങ്കിൽ ഇപ്പം രാത്രി ഫോൺ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നെക്സ്റ്റ് ഡേ ആയിരിക്കും കൊടുക്കുന്നത്. ഇപ്പം നാട്ടിലാണെങ്കിൽ ഫോണേ അലൗഡ് അല്ലാത്ത കോളേജസും ഉണ്ട്. നഴ്സിംഗിന് അങ്ങനെയൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഞാനും ആലോചിക്കാറുണ്ട്, ഇപ്പം കോളേജ് ലെവലോട്ടൊക്കെ എത്തിയിട്ടും പിന്നെ ഇവരെന്തിനാ ഇത്രയൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്? അതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തിനാ അവരങ്ങനെ ചെയ്യുന്നതെന്നുള്ളതിൽ. പിന്നെ ഒരു ഇതെന്ന് വെച്ചാൽ ഹെയർ സ്റ്റൈൽ എന്ന് വെച്ചാൽ പുട്ടപ്പ് ചെയ്യാം. നെറ്റ് യൂപ്പിന് വെച്ചിട്ട് തന്നെ പുട്ടപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് നെയിൽ പോളിഷ് ഒന്നും വളർത്താൻ പറ്റൂല. നമുക്ക് നെയിലൊക്കെ എപ്പോഴും ഇങ്ങനെ ഈ ഒരു ടൈപ്പിലേ പറ്റത്തുള്ളൂ, ഷോർട്ട് നെയിലേ പറ്റത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പേഷ്യൻസുമായിട്ട് ഇടപഴകുമ്പോഴും പ്രൊസീജിയേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അതിൻ്റേതായിട്ടുള്ള നീറ്റ്നെസ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. സോ അതൊക്കെ ഈ കോഴ്സിലുള്ളതാണ്. അപ്പം എല്ലാ ഒരു ഇതും നമുക്ക് അഡാപ്റ്റ് ആയിന്ന് വരില്ല. അതുകൊണ്ട് പിന്നെ ഈ നെയിൽസ് ഇതൊന്നും വളർത്താൻ പറ്റൂല. അങ്ങനെയൊക്കെ കുറച്ച് ഇതൊക്കെ ഉള്ളത് അറിഞ്ഞതൊക്കെ കറക്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഒരു നഴ്സിനെ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് കാണുമ്പോൾ എങ്ങനെയാണോ അതേപോലെയൊക്കെ തന്നെയാണ് പഠിക്കുമ്പോഴും ആ ഒരു റൂൾസ് റെഗുലേഷൻസ് ഒക്കെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ട വരും.
ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് ആ കോളേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവർ പറയുന്ന പോലെ ആയിരിക്കും. ഇപ്പം എൻ്റെ കോളേജിലാണെങ്കിൽ ഷൂവും സോക്സ് ഒക്കെ മസ്റ്റാണ്, പുട്ടപ്പ് ചെയ്യുന്നത് മസ്റ്റാണ്. യൂണിഫോമിൻ്റെ കാര്യമൊക്കെ എല്ലാം നമ്മൾ കമ്പൽസറി ആയിട്ട് ചെയ്തേ അത് പറ്റത്തുള്ളൂ. അതങ്ങനെയാണ്, അല്ലെങ്കിൽ ഫൈൻ കൊടുക്കേണ്ട വരും, അങ്ങനെയൊക്കെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അത് മറ്റുള്ള കോളേജസിലും ഉണ്ട്. പിന്നെ ഫോണിൻ്റെ കാര്യമൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഫോണൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കോളേജ് അല്ലെങ്കിൽ ക്ലാസ് ടൈമിലൊന്നും യൂസ് ചെയ്യാനൊന്നും പറ്റൂല. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഒരു ഡിഗ്രി ലെവലിലുള്ള ഒരു കോഴ്സ് പഠിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഈ കോഴ്സിൽ വരുന്നുണ്ട്. ഇപ്പം കോളേജ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഉള്ള കൺഫ്യൂഷൻസും, പിന്നെ ബാംഗ്ലൂരാണോ അല്ലെങ്കിൽ കർണാടകയാണോ തമിഴ്നാടാണോ കേരളയാണോ ബെറ്റർ പഠിക്കാനായിട്ട്, അങ്ങനെയൊക്കെ സംസാരിക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം ലോങ് ആവും. ഇപ്പം തന്നെ അത്യാവശ്യം ലോങ് ആണ് വീഡിയോ. പിന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് ക്ലിയർ ചെയ്യാം. സോ എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ.